ഹായ് ഗായ്സ്, ഗോതമ്പ് പൊടി കൊണ്ട് മോമോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കുന്നത്. 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/4 കപ്പ് ബീറ്റ്റൂട്ട് പ്യൂരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഗോതമ്പ് പൊടിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഉപ്പ് ചേർത്ത ചൂടുവെള്ളം അല്പമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ച് കൊടുക്കാം. ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്, നല്ല സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ്. ഇത് നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഇതിവിടെ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അപ്പുറത്തൊരു പാനിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചെറുതായി അരിഞ്ഞ് സവാള ഒരെണ്ണം ഇടുന്നുണ്ട്, 2 ചെറിയ പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ചിക്കൻ ഞാനിവിടെ മിൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മിൻസ് ചെയ്ത ചിക്കനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളം തന്നെ മതിയാവും ഇത് വെന്ത് കിട്ടാനായിട്ട്. ഇപ്പോൾ ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ സോയ് സോസ്, 1 പിടി മല്ലിയിലയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇനി ഇതൊന്നും ഇവിടെ കൂളാവാൻ വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് ഇപ്പം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിനി ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കണം. ഇപ്പം ഞാൻ ബീറ്റ്റൂട്ട് പ്യൂരി എല്ലാം ചേർത്ത് കൊടുത്തത് ഒരു കളറിന് വേണ്ടിയിട്ടാണ്, പിന്നെ അത് ഹെൽത്തി ആണല്ലോ. ഇപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം. പിന്നെ ചെറിയൊരു ബൗൾ എടുത്ത് വെച്ച് അതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പൂരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചെറിയ ഉരുളകളായിട്ട് എടുത്തിട്ട് ചെറിയ വട്ടത്തിൽ പരത്തിയെടുക്കാനും മതി. ഇത് കുറച്ചുകൂടെ എളുപ്പമായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സ്ചർ ഇതിൻ്റെ നടുവിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാത്തിലും അതുപോലെ തന്നെ മിക്സ്ചർ എടുത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മോമോസിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം. ചെറിയ മടക്കുകളായിട്ട് എടുത്ത് ജോയിൻ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അത് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിങ്ങനെ കോമൺ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് എക്സസ് ഉള്ള മാവ് ഞാനവിടെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതുപോലെ ഓരോന്നും ഉണ്ടാക്കിയെടുക്കാം. ഇനി ഒരു ആവിത്തട്ടിൽ അല്പം ഓയിലോ ഗീയോ തേച്ചിട്ട് നമുക്ക് ഈ മോമോസ് എല്ലാം ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 10 to 12 മിനിറ്റ്സിനുള്ളിൽ ഇത് വെന്ത് കിട്ടും. ഇപ്പോൾ തുറന്ന് നോക്കുമ്പോൾ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മോമോസ് ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാം. ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.